മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ വഖഫ് കൗൺസിലും വഖഫ് ബോർഡിലും നോൺ മുസ്ലിംസിന് അംഗത്വം കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല. പക്ഷേ അതിൻ്റെ അപകടം എന്താണെന്ന് പറഞ്ഞാൽ ഈ വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡിലും വരുന്ന തർക്കങ്ങൾ ഒട്ടുമുക്കാലും ഈ അറബ് യൂസേജുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഒരിക്കലും തന്നെ ഒരു നോൺ മുസ്ലിം ഈ മുസ്ലിം തിയോളജിയിൽ പണ്ഡിതനല്ലാത്ത ഒരാൾക്ക് അത് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. നമ്മളെ പ്രശസ്ത കഥാകൃത്ത് പുനത്തിൽ കുഞ്ഞപ്പിള്ളിയുടെ ഒരു കഥയുണ്ട്. ഒരു സ്ത്രീയുടെ കുട്ടിക്ക് പനി വരുന്നു, അസർബാങ്ക് കൊടുക്കുന്നേരം. അസർബാങ്ക് കൊടുക്കുന്നേരം വൈകുന്നേരം വരുന്ന പനി, മരുന്നെല്ലാം കൊടുത്തിട്ടൊന്നും പനി മാറുന്നില്ല. അപ്പം ഡോക്ടറോട് പോയിട്ട് പറഞ്ഞു അസർബാങ്ക് കൊടുക്കുന്നേരം പനി. ഡോക്ടർ പറഞ്ഞു അസർബാങ്ക് ആരാ കൊടുക്കുന്നത്? ഡോക്ടർ വിചാരിച്ച് എന്തോ സബ്സ്റ്റൻസ് കൊടുക്കുന്നത്, അത് പള്ളിയിലെ മുസ്ലിയാറാന്ന് പറയും, എന്താ കൊടുക്കണ്ടെന്ന് പറയുന്നു. ഈ സ്ത്രീ പോയി മുസ്ലിയാരോട് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അസർബാങ്ക് കൊടുക്കണ്ടെന്ന്. അപ്പോൾ പള്ളി കമ്മിറ്റി യോഗം ചേർന്ന് പറഞ്ഞു ഇങ്ങനൊരു RSSകാരൻ ഡോക്ടർ വന്നിട്ടുണ്ട്, അയാൾക്കെതിരെ നീങ്ങണം. ഡോക്ടർ ഇന്നസെൻ്റാണ്, അയാൾ മനസ്സിലാക്കുന്ന അസർബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തോ സബ്സ്റ്റൻസ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല യൂസേജസും ഉണ്ടാവാൻ അത് സംബന്ധിച്ചുള്ള തർക്കം നോൺ മുസ്ലിംസായ ആളുകൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ വെറും മുസ്ലിംസ് ആയാലും അപകടമാണ്. അതിനാണ് 2013 വഖഫ് ഭേദഗതിയിൽ വഖഫ് ട്രൈബ്യൂണൽ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അത് മുസ്ലിം ആവണമെന്ന് നിർബന്ധമില്ല. ഹി ക്യാൻ അഡ്ജുഡിക്കേറ്റ്. അതിലുള്ള മെമ്പർ ഒരു പണ്ഡിതനായ ഒരാളെ പറയുന്നുണ്ട്. അപ്പോൾ 2013 വഖഫ് ഭേദഗതിയെ വെള്ളം ചേർത്ത് ട്രൈബ്യൂണലിനെ നിർവീര്യമാക്കി ഒരു ഗൂഢ ഉദ്ദേശം വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഇത് തികച്ചും തെറ്റാണ്. പിന്നെ 1963 ലിമിറ്റേഷൻ ആക്ട് ബാധകമാക്കി എന്ന് പറഞ്ഞു. അത് നല്ലതാണ്. കാരണം 30 വർഷക്കാലം സർക്കാരിൻ്റെ ഭൂമി കൈവശം വെക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മളതായി. ഇതുവരെ വഖഫ് വസ്തുക്കൾക്ക് ലിമിറ്റേഷൻ ആക്ടിൻ്റെ പരിരക്ഷയില്ല. പക്ഷേ കിരൺ റിജ്ജു പറയുന്നത് ഈ നിയമം പൂർവ്വകാല പ്രാബല്യം ഇല്ലാന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കണമെങ്കിൽ 30 വർഷം കഴിഞ്ഞാലാണ് ഈ നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടാവൂ എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പോൾ എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് പൂർണ്ണ നിശ്ചയമില്ല. ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്ത് ധൃതിപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഹേസ്റ്റി ലെജിസ്ലേഷൻ എന്നതിൽ ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതിയുടെ ഒരു സ്ക്രീനിങ്ങിന് ഒരിക്കലും ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.